പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 300-ാം അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ഒസീത്തിനെ കുറിച്ചാണ്. ആദ്യമായി ഒസീത്തിൻ്റെ ഒരു വാക്ക് നമുക്ക് ശ്രവിക്കാം. ഞാൻ ദിവസം മുഴുവൻ ദൈവത്തിൽ മഹത്വം നേടും, ആഹ്ലാദിച്ചാനന്ദിക്കും, ബലഹീനതകളിൽ ഞാൻ അഭിമാനം കൊള്ളും. ഒരു മേഴ്സിയൻ പടനായകൻ്റെ പുത്രിയായ ഒസീത്ത് ആൾസ്ബറിയിലെ സന്യാസിനികളോടൊത്താണ് വളർന്നത്. സ്വാഭാവികമായി തന്നെ സന്യാസിനിയാവണമെന്ന് അവൾ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ മാതാപിതാക്കളുടെ നിർബന്ധ നിമിത്തം കിഴക്കൻ സാക്സണിലെ രാജാവായ സിഖേറുമായി വിവാഹ വാഗ്ദാനം ചെയ്തു. നായാട്ടിൽ അതീവ തൽപരനായ സിഖേർ വിവാഹത്തിന് ശേഷവും പരിവാരങ്ങളോടൊത്ത് പലപ്പോഴും വന്യമൃഗങ്ങളെ വേട്ടയാടാൻ കാട്ടിലേക്ക് പോയിരുന്നു. ഒസീത്ത് ആവട്ടെ ആ അവസരം ഉപയോഗിച്ച് കിഴക്കൻ ആംഗ്ലിയയിലെ മെത്രാന്മാരായ അക്കായെയും ബഡ്വിനെയും കണ്ട് തന്റെ അഭിമതം അറിയിച്ചു. സിഖർ നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വധുവിനെ കാണാതെ ദുഃഖിച്ചു. എങ്കിലും വസ്തുതകളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒസീത്തയ്ക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവാദം നൽകി. ചീച്ചിൽ വാസയോഗ്യമായ കുറേ സ്ഥലവും നൽകി. അവിടെ ഒസീത്ത് ഒരു ആശ്രമം പണിയിച്ച് ഏതാനും സന്യാസിനിമാരോടൊത്ത് തപശ്ചര്യകൾ അനുഷ്ഠിച്ചുകൊണ്ട് ശാന്തജീവിതം നയിച്ചു. അപകടകരമായ സ്ഥലത്താണ് ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. ഒരിക്കൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് അതിരയായി. കൊള്ളക്കാർ ഒസീത്തിനെ ബലാത്കാരനെ പിടിച്ചുകൊണ്ടുപോകാൻ തുനിഞ്ഞു. ഒസീത്ത് ശക്തിയുക്തം ചേർത്തിട്ടും രക്ഷയുണ്ടായില്ല. അവർ അവളെ ശിരച്ഛേദം ചെയ്തു. മൃതദേഹം ക്രിസ്ത്യാനികൾ ആൾസ്ബറിയിലും പിന്നീട് തിരികെ ചിച്ചിലും കൊണ്ടുവന്ന് സംസ്കരിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നാം നമ്മിലേക്ക് ആകർഷിക്കുന്ന ചിലതുണ്ട്. വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, സ്നേഹത്തിലൂടെ, പ്രവൃത്തികളിലൂടെ നിരന്തരമായി അത് തുടർന്നാൽ അവ നമ്മെ നിരാശരാക്കില്ല. ഏവർക്കും നന്ദി.